തെരുവ് തണ്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമാണോ ഇത്? എന്നെ തെരുവ് തണ്ടി എന്ന് ആദ്യം വിളിച്ചത് നിങ്ങളുടെ മോനാ. സാധിക്കുന്നു. അവന് മുഖം അടച്ചു കിട്ടിയ എന്റെ കനം എന്താണെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി. തീർന്നു എന്ന് തന്നെയാ ഞാൻ കരുതിയത്. നിങ്ങളെ രണ്ടാളെയും ഒന്ന് അവസാനമായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. വന്നല്ലോ. എടാ, എങ്ങോട്ടാടാ നീ? മുത്തശ്ശി ഈ നിലയെ ദ്രോഹിച്ചവരോട് അത് ചോദിക്കാതൊന്നും പോകാൻ പറ്റില്ല മുത്തശ്ശി. വേണ്ടടാ, അവരച്ഛനും മോനും കൂടി എന്തെങ്കിലും ചെയ്താല്. എന്റെ മുത്തശ്ശിയുടെ കാര്യം ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. അവിടെ ആരെങ്കിലും എന്നെ തടഞ്ഞാലോ തൊട്ടാലോ അവരതിന്റെ വേദന അറിയും. അധികം നോക്കൂ. മുത്തശ്ശി ഇവിടെ നിൽക്കണ്ട. മുത്തശ്ശി ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല. നമ്മുടെ കണിമംഗലോ മോളെ, എന്റെ പരമേശ്വരൻ അധ്വാനിച്ചുണ്ടാക്കിയ കണിമംഗലോ. ഇവിടെ മുത്തശ്ശിക്കൊന്നും ഇപ്പൊ ഒരു വിലയില്ല. ഒരു പട്ടിയുടെ വില പോലും ഇല്ല. എങ്ങോട്ടാടാ ചാടിക്കേറി വരുന്നേ? കണിമംഗലം തിരിച്ചു പിടിച്ചിട്ടല്ലാതെ ഇതിനകത്ത് കേറില്ല എന്ന് പറഞ്ഞവനല്ലേ നീ? നീ കണിമംഗലം തിരിച്ചു പിടിച്ചോ? നീ ഞങ്ങളെ തോപ്പിച്ചോ? മറ, എനിക്ക് നിന്റെ അച്ഛനും അമ്മയെ കാണേണ്ടത്. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്താ നിനക്ക് വേണ്ടത്? ഈ വീട്ടിലുണ്ടായിരുന്ന എന്റെ മുത്തശ്ശി അവിടെ. ഈ വീട്ടിലുണ്ടായിരുന്നവരുടെ കാര്യം നീ എന്തിനാ അന്വേഷിക്കുന്നത്? അതിനൂടെ ഞാനുണ്ട്. നിങ്ങളുടെ അന്വേഷണത്തിന് ഗൗരവം എനിക്ക് മനസ്സിലായി. ഔട്ട് ഹൗസിൽ എന്റെ മുത്തശ്ശി കിടക്കുന്ന അവസ്ഥ ഞാനിപ്പോ കണ്ടതാ. പനിച്ച് വിറച്ച് ബോധമില്ലാതെ സ്വന്തം അമ്മ കിടക്കുമ്പോ അവരെ ദ്രോഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് കുട പിടിക്കുന്ന ആളല്ലേ നിങ്ങള്? അതെ, ഞങ്ങൾ ചിലപ്പം കുടയും പിടിക്കും, വെഞ്ചാമരവും വീശും. തെരുവ് തിണ്ടിയായ നിനക്കെന്താടാ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. അല്ലാതെ അകത്തേക്ക് ഒരു അടി വെച്ചാ എന്റെ കൈയും കാലും ഞാൻ കൊത്തിയരിയും. അച്ഛൻ ചതിച്ച അക്കൗണ്ടില് നീ എന്നോട് ആണത്തം കാണിക്കാൻ വരരുത് ഗൗതം. എന്റെ ഒപ്പം നിൽക്കില്ല നീ. കണിമംഗലത്തിന് മുമ്പിൽ വന്ന് എന്റെ മോനെ തൊടാറായോടാ നീ? വേണ്ട ചെറിയച്ച. അന്തസ്സില്ലാത്ത ഈ കൈയും പൊക്കി എന്റെ നേരെ വന്നാ നമ്മളിലുള്ള ബന്ധവും ചെറിയച്ചന്റെ പ്രായവും ഞാനങ്ങ് മറക്കും. ചൊവ്വുട്ടി കൂട്ടിക്കളെ ഞാൻ ഇവിടെ ഇട്ട് മാറോട്. അവരവിടെ കണിമംഗലത്തെ ഉർവശി തമ്പുരാട്ടി. ഞാൻ ഇവിടെ ഉണ്ട്. ആ, ഇവനെന്താടി ഈ വീടിനകത്ത്? തെരുവ് തണ്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമാണോ ഇത്? എന്നെ തെരുവ് തണ്ടി എന്ന് ആദ്യം വിളിച്ചത് നിങ്ങളുടെ മോനാ. സാധിക്കുന്നു. അവന് മുഖം അടച്ചു കിട്ടിയ എന്റെ കനം എന്താണെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി.
അല്ല, എന്താ നിനക്ക് വേണ്ടത്? എന്റെ മുത്തശ്ശി നിങ്ങൾ എന്താ ചെയ്തത്? കണിമംഗലം ജയഭാരതി എന്ന ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ ചോദിച്ചത്. അല്ല, ചോദ്യം ചെയ്യാനുള്ള നിന്റെ അവകാശം കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നേ. ആ, എന്താടാ, എല്ലാവരെയും കൂടി വിളിച്ചോണ്ട് പോയി നോക്കാനുള്ള വല്ല ഉദ്ദേശമാണോ? ഓ, നീ നിന്റെ ഭാര്യയും ഇപ്പൊ വലിയ പണക്കാരാണല്ലോ. പൊതിച്ചോറ് വിൽക്കുന്ന കോടീശ്വരന്മാര്. പൊതിച്ചോറും തലയിൽ കയറ്റി വെച്ച് നീ വീട് വീടാന്തരം തെണ്ടുന്ന കഥകളൊക്കെ ഞാനിവിടെ അറിയുന്നുണ്ടടാ മോനെ. അതെ, ഞാൻ ചെയ്യുന്നത് മാന്യമായൊരു ജോലിയാ. അതിലെനിക്ക് അഭിമാനമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തിനെ ചതിച്ച് അവനിരുന്ന കസേരയും അവൻ കിടന്ന കട്ടിലും സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ചതിയിലൂടെ നിങ്ങൾ നേടിയതൊക്കെ എന്നെന്ന് നിലനിൽക്കുന്നുള്ള വിശ്വാസം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നടക്കില്ല. അന്ന് പറഞ്ഞത് വരുൺ ഇപ്പോഴും പറയുന്നു. ഈ കണിമംഗലം, എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയുള്ള ഈ കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. പക്ഷേ അതുവരെ എന്റെ അമ്മയുടെയോ അച്ഛന്റെയോ മുത്തശ്ശിയുടെയോ ദേഹത്ത് നിങ്ങളിൽ ആരുടെങ്കിലും ഒരു നിഴൽ വീണു പോയാൽ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഈ കൈ നിങ്ങളുടെ ദേഹത്ത് വീണാ പിന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവൻ അവസാനിക്കാതെ ഞാനത് എടുക്കത്തില്ല. എന്റെ മുത്തശ്ശി കണിമംഗലം ജയഭാരതിയെ ഞാനങ്ങ് കൊണ്ടുപോവാ. എനിക്കറിയാം എന്റെ മുത്തശ്ശിയെ നോക്കാനായിട്ട്. കണിമംഗലത്തിന്റെ നാശത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ എന്റെ ശത്രുവിന്റെ രൂപവും കണിമംഗലത്തെ ചന്ദ്രശേഖരൻ തന്നെയാ. നമുക്ക് കാണാം. നാണോ ഇല്ലല്ലോ രണ്ടുപേർക്കും. അവൻ വന്ന് നിങ്ങളുടെ ദേഹത്ത് കൈവച്ചപ്പോ ആണുങ്ങളാണെങ്കിൽ കൊന്നിടണമായിരുന്നു. മുത്തശ്ശി, നമുക്ക് പോവാം. മുത്തശ്ശി ഇനി നമ്മുടെ കൂടെയാ. രാധികയെ പിടിക്കും. ചെരുപ്പിടാം.